എന്റെ മൊബൈൽ അയ്യോ എന്റെ മൊബൈൽ ഹലോ ഗൈസ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സനൽകുമാർ ശശിധരനും മഞ്ജു വാര്യരും തമ്മിലുള്ള ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഈ ടോപ്പിക്ക് വർഷങ്ങളായിട്ട്, ഒരു 8-10 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് മഞ്ജു വാര്യറിൻ്റെ പുറയിൽ ഒരു വേതാളം പോലെ ഈ സനൽകുമാർ ശശിധരൻ പുറയിൽ ചുറ്റിക്കൂടിയിരിക്കുകയാണ്. ഈ അറിയാത്തവർക്ക്, ഈ ടോപ്പിക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു തരാം. അതായത് ഈ സനൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഈ മഞ്ജു വാര്യർ ചെയ്ത തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചു. അതാണ് പുള്ളിക്കാരി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിനുശേഷം വിട്ടുമാറാണ്ട് ഈ പുള്ളിക്കാരി ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. അതായത് ഈ പുള്ളിക്കാരൻ എന്തൊക്കെയോ മാനസികമായ എന്തോ പ്രശ്നമുണ്ട്. ഈ പുള്ളിക്കാരൻ ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യരും ഇവനും റിലേഷനിലായിരുന്നു. മഞ്ജു വാര്യരുടെ ജീവന് അപകടമുണ്ട്. അതായത് മഞ്ജു വാര്യരുടെ കൂടെയുള്ളവർ തന്നെയാണ് മഞ്ജു വാര്യനെ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നടിയെ ആക്രമിച്ച കേസിൽ കുറച്ച് ഇന്നത്തെ മഞ്ജു വാര്യന് കുറച്ച് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും മഞ്ജു വാര്യർ വർഷങ്ങൾക്ക് മുന്നേ പുള്ളിക്കാരൻ അഗെയിൻസ്റ്റ് കേസ് കൊടുക്കുകയും അതിനെ അറസ്റ്റ് ചെയ്യുന്നൊരു വിഷ്വൽസാണ് നേരത്തെ ഞാൻ ഫസ്റ്റ് കാണിച്ച വിഷ്വൽസ്. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ വീണ്ടും വന്നിട്ടുണ്ട്. അതൊരു 8-10 വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കേട്ടോ. എല്ലാ വർഷവും പുള്ളിക്കാരൻ ഈ ഒരു പരിപാടിയായിട്ട് വരും. ഈ വർഷവും വന്നിട്ടുണ്ട്. എന്തായാലും ഈ വർഷം പുള്ളിക്കാരൻ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് 18 എന്ന് പറഞ്ഞ ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഈ ടോപ്പിക്ക് പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഈ പുള്ളിക്കാരൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. സനൽകുമാർ ശശിധരൻ 2019 ഞാൻ കയറ്റം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അപ്പോൾ മഞ്ജു വാര്യരായിരുന്നു അതിൽ നായിക, കോ പ്രൊഡ്യൂസറും മഞ്ജു വാര്യരായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം എൻ്റെ ലൈഫ് ശരിക്കും ഒരു വല്ലാത്ത ഇരുളടഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിന്റെ കാരണം ആ സിനിമ പുറത്തിറങ്ങിയിട്ടില്ല. ആ സിനിമ പുറത്തിറങ്ങാത്തതിന്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോൾ ഞാനും അവരും തമ്മിൽ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതേപ്പറ്റി അന്വേഷിച്ച് പോകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഒരു ഗ്രൂപ്പ് ആളുകളുടെ ക്ലച്ചസിലാണ് എന്ന് മനസ്സിലായതുകൊണ്ട് ഞാനത് പുറത്ത് പറഞ്ഞു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമായിരുന്നു, ഇവരുടെ ലൈഫിന് എന്തോ ത്രെട്ട് ഉണ്ട്, കുറെ ആളുകൾ ഇവരുടെ ഇതിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതേപ്പറ്റി മറുപടി ഉണ്ടാവുകയോ അന്വേഷണം ഉണ്ടാവുകയോ ചെയ്യുന്നതിന് പകരം എന്നെ ഒരു ദിവസം പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. പോലീസ് എന്ന് പോലും അറിയുന്നില്ല. ഈ പറഞ്ഞ കാര്യം വർഷങ്ങൾക്ക് മുന്നേ നടന്ന സാധനം കേട്ടോ. അതായത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ എന്തോ മാനസികമായ എന്തോ പ്രശ്നമുണ്ട്. അതായത് എല്ലാ വർഷവും ഈ കാര്യം തന്നെ പുള്ളിക്കാരൻ വർഷങ്ങളായിട്ട് പറഞ്ഞുണ്ട്. ഇപ്പോൾ മഞ്ജു വാര്യൻ്റെ ലൈഫിൽ ത്രെഡ് ഉണ്ട്, ഞാനും മഞ്ജു വാര്യർ റിലേഷൻ, എന്നിട്ട് കുറേ ഒരു വോയിസ് നോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ആ വോയിസ് നോട്ട് ഞാൻ കേൾപ്പിക്കാം. അത് ഏത് മഞ്ജു വാര്യരാണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഞാൻ വോയിസ് നോട്ടൊക്കെ കേൾപ്പിക്കാം. പക്ഷേ അതിന് മുന്നോട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഇതേപോലെ ലൈഫിൽ ത്രെഡ് ഉണ്ടെങ്കിൽ, അതായത് ഇത്രയും വർഷം മഞ്ജു വാര്യർ ജീവിച്ചില്ലേ, ഇവനെ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. എല്ലാ വർഷവും ഇതേപോലത്തെ കലാപരിപാടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ വർഷവും വന്നിട്ടുണ്ട്. വാൻ, അതും എറണാകുളം രജിസ്ട്രേഷനിലുള്ള ഒരു ഇന്നോവ വാന് പാറശാലയുള്ള എന്നെ വന്ന് ചേസ് ചെയ്ത് പിടിച്ചോണ്ട് പോവുകയാണ് ചെയ്തത്. പിന്നീടാണ് ഞാൻ അറിയുന്നത് മഞ്ജു വാര്യർ കൊടുത്ത പരാതിയാണെന്നും ഒക്കെ ഞാൻ അറിയുന്നത്. അതിനുശേഷം ഞാൻ അറിയുന്നു ഈ പരാതി മഞ്ജു വാര്യർ കൊടുത്തതല്ല എന്ന് അവരെന്നോട് പറയുന്നു. അവരുടെ ലൈഫ് ത്രെട്ടിലാണെന്ന് എന്നോട് തന്നെ പറയുന്നു. ഇതൊക്കെ പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തിട്ടും എന്റെ ഒരു പരാതി അന്വേഷിക്കുന്നില്ല. എനിക്കെതിരെ കേസ് അന്വേഷിക്കുന്നില്ല. വിചാരണ നടക്കുന്നില്ല. എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോയിട്ട് അവിടെ വെച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, ഇവന്റെ പരാതി കിട്ടിയപ്പോഴത്തേക്കും പോലീസുകാർ വിചാരിച്ചെന്ന് പറയാം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ ഗാന്ധിജിയുടെ കണ്ണാടിയുടെ ബ്രാൻഡ് ഏതാണെന്ന് അന്വേഷിക്കാനായിട്ടൊരു പരാതി കൊടുത്തെങ്കിൽ അതേപോലത്തെ ഒരു പരാതിയാണെന്ന് തോന്നുന്നു ഇവൻ കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ഇവന് എന്ത് പറയാനാ? അത് ഇവൻ എന്തൊക്കെയോ, എനിക്കൊന്ന് എന്തോ ഹാലുസിനേറ്റ് ചെയ്ത് വർഷങ്ങളായിട്ട് കുറേ പേര് പറയുന്നുണ്ടല്ലോ, ഇവൻ എന്തോ ഹാലുസിനേഷൻ കണ്ടിട്ടാണ്. അതായത് ഇവൻ മഞ്ജു വാര്യരുടെ ഓഡിയോ എന്ന് പറഞ്ഞ ഓഡിയോ പ്ലേ ചെയ്ത് ഇവൻ ഫേസ്ബുക്കിൽ ഇവൻ്റെ ഒഫീഷ്യൽ പേജിൽ ഇടുന്നുണ്ട്. അതാ ഏത് മഞ്ജു വാര്യർ ആരാന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇത് ഏതോ പെണ്ണിന്റെ വോയിസ് ഇടുക, അത് മഞ്ജു വാര്യരാന്ന് പറഞ്ഞ് വിശ്വസിച്ച് നിൽക്കുന്ന ഒരു ചെറുക്കനാണ് ഈ പുള്ളിക്കാരൻ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. 2025 സെപ്റ്റംബറിലാണ് ഞാൻ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വരുമ്പോൾ എന്നെ ബോംബെ വിമാനത്താവളത്തിൽ പിടിച്ചു വെച്ചു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ബഹളം ഉണ്ടാക്കുമ്പോഴാണ് അറിയുന്നത് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എറണാകുളത്ത് നിന്നും ഒരു ഗ്രൂപ്പ് ഓഫ് പോലീസുകാർ വരുന്നുണ്ട് എന്നറിയുന്നത്. അങ്ങനെ എന്നെ അവിടെ വന്നു. വിമാനം കയറി അവർ വരുന്നത് എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. എന്നെ അവിടുന്ന് അറസ്റ്റ് ചെയ്തു. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ആലുവയിലുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ട് ഹാജരാക്കി. മജിസ്ട്രേറ്റ് ചോദിക്കുന്നത് എന്ത് കേസാണ്, ഇയാൾ എന്തിനാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചിട്ട് എന്നെ സെൽഫ് ബെയിലിൽ വിടുകയാണ് ചെയ്തത്. ഇതുവരെ ആ കേസിൽ അന്വേഷണം നടന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ കേസുകളെല്ലാം കള്ളക്കേസുകളാണ്. എനിക്കെതിരെയുള്ള കേസ് കൊടുത്തിരിക്കുന്ന കള്ളക്കേസാണ്. അതിൽ അന്വേഷണം നടക്കുന്നില്ല. എന്റെ ലൈഫ് ഇതുപോലെ ഇങ്ങനെ ഒരു കേസിൽ മഞ്ജു വാര്യർ ഇവൻ അഗെയിൻസ്റ്റ് കൊടുത്ത കംപ്ലൈന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെയിലബിൾ ഓഫൻസ് ആണ്. അത്രയും ഭയങ്കര ഹെവി ക്രിമിനൽ ഓഫൻസ് ഒന്നും അല്ല. അതായത് ഫേസ്ബുക്കിൽ കൂടെ പുള്ളിക്കാരുടെ ഫെയിം ഡിഫെയിം ചെയ്യാൻ നോക്കുന്ന ആ ടൈപ്പ് ഡിഫെമേഷൻ ടൈപ്പായിട്ടുള്ള ചെറിയ കേസാണ് പുള്ളിക്കാരൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ടൈപ്പ് കേസസിനൊക്കെ നമുക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടും. അല്ല അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ മാത്രമുള്ള ഇതൊന്നും ചെയ്തിട്ടില്ല പുള്ളിക്കാരൻ. പക്ഷേ പുള്ളിക്കാരൻ എല്ലാ വർഷവും, അത് 8-10 വർഷമായിട്ട് ഇതേ കാര്യങ്ങളാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അടുത്ത വർഷം 2027 ആകുമ്പോൾ പുള്ളിക്കാരൻ വീണ്ടും ഈ സെയിം കാര്യം തന്നെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ പുള്ളിക്കാരൻ. അപ്പോൾ അത് നിങ്ങൾ ഈ പുള്ളിക്കാരൻ്റെ പഴയ ഇൻ്റർവ്യൂ എടുത്തു ഇതേ സെയിം കാര്യമാണ് പണ്ടത്തെ ഇൻ്റർവ്യൂവിലും പുള്ളി പറയുന്നത്.
എല്ലാ വർഷവും ഇത് തന്നെ പറയും മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ്, നടിയെ ആക്രമിച്ച കേസിൽ ഈ പുള്ളിക്കാരി ഉണ്ട്, ആ രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരുടെ ജീവൻ ആപത്താണ്, മഞ്ജു വാര്യനെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, ഞാനും മഞ്ജു വാര്യർ റിലേഷനാണ്, ഇതിനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവൻ പറയുന്നില്ല മഞ്ജു വാര്യരാന്ന് പറഞ്ഞ ഓഡിയോ ക്ലിപ്പിൽ, ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ ഒന്ന് കേൾപ്പിക്കാം. എന്റെ പ്രശ്നമല്ല, നിന്റെ കുറെ സാധനങ്ങൾ ഞാനത് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിനക്ക് പ്രേമം, നിന്റെ കുറെ വീഡിയോസ് എന്റെ കയ്യിലുണ്ടത്, നിന്റെ പ്രേമമുള്ള വീഡിയോസ്. അത് എനിക്ക് അറിഞ്ഞൂടായിരുന്നല്ലോ. അത് എനിക്ക് തോന്നുന്നു എനിക്കറിയാവുന്നതിനേക്കാളും മറ്റുള്ള ആർക്ക് അറിയാവുന്നെന്ന് തോന്നുന്നു. നിന്റെ കൂടെ ഉള്ളവർക്കൊക്കെ അത് അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞൂടായിരുന്നു നിനക്കെന്തോ നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ തുടങ്ങിയതാണിത്. അങ്ങനെ എങ്ങനെയാണ് പറയുന്നേ? അതെങ്ങനെ പറയുന്നു? അല്ല, സെയിം തിങ് ഇയർ ആഫ്റ്റർ ഇയർ. നിങ്ങളത് ഈ വോയിസ് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. അതായത് മഞ്ജു വാര്യർ ആക്ച്വലി ഇത്രയും ഇംഗ്ലീഷ് സംസാരിക്കാത്ത ഒരാളാണ്. അതായത് പുള്ളിക്കാരി മെയിനായിട്ട് ആൾക്കാരായിട്ട് സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ മലയാളത്തിലായിരിക്കും സംസാരിക്കുന്നത്. പിന്നെ ഇത്രയും ഇതൊരു മലയാളം അറിയാത്ത ഏതൊരു പെങ്കൊച്ചാന്ന് തോന്നുന്നു. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുകയും ഇതും മഞ്ജു വാര്യറുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട്, അതായത് ആ വോയിസ് തന്നെ ഡിഫറെൻ്റ് ആണ്. പിന്നെ മഞ്ജു വാര്യരുടെ വേ ഓഫ് ടോക്കിംഗ് അല്ല ഇത് ഒന്നാമത്തെ കാര്യം. അത് പുള്ളിക്കാരി സംസാരിക്കുകയാണെങ്കിൽ തന്നെ കംപ്ലീറ്റ്ലി മലയാളമായിരിക്കും യൂസ് ചെയ്തത്. കംപ്ലീറ്റ്ലി മലയാളം, ഇടയ്ക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് വരും. അത് ഇത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ്, ഇടയ്ക്ക് മാത്രം മലയാളം യൂസ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ വിടുന്ന എന്റെ നാട്ടു റോട്ടിലിട്ട് അറസ്റ്റ് ചെയ്തിട്ട് എന്റെ സിനിമ ജീവിതം മുഴുവനും തകർത്തിട്ട് നീ ഇതെല്ലാം ചെയ്തിട്ട് നീ വിടൂ എന്ന് പറയുന്നത് നിനക്ക് എന്താ നാണല്ലേ? നീ 2 വർഷം ഇങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടിരുന്ന ഇപ്പൊ നിനക്ക് അത് പറ. നിനക്ക് പുതിയ റിലേഷൻഷിപ്പ് ഇഷ്യൂ അത് പറ. നിനക്ക് പുതിയ റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂ ആണെങ്കിൽ അത് പറ. എനിക്ക് പുതിയ റിലേഷൻഷിപ്പ് വന്നു, അതുകൊണ്ട് നമുക്ക് പോകണം. ഈ മഞ്ജു നീ എന്താണ് പറയുന്നത്? നീ ആ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നേ. ജസ്റ്റ് അതിനെ എന്തിനു പറയുന്നത്? ഇത് ആരിത്? ഇത് മലയാളം അറിയാത്ത ഏതോ മഞ്ജു വാര്യരാണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് നിങ്ങൾ ആ വോയിസോട്ട് കേട്ടില്ല, അതിൻ്റെ അകത്ത് മലയാളം പ്രോപ്പറായിട്ട് പറയാൻ പറ്റുന്നില്ല ഈ പുള്ളിക്കാരിക്ക്. ഇതാണോ മഞ്ജു വാര്യർ? ഇവൻ പറയുന്നുണ്ട് അത് മഞ്ജു വാര്യൻ്റെ വോയിസായിട്ട് ഒറിജിനൽ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം കിട്ടും, അതുകൊണ്ട് ഞാനിത് AI ആയിട്ട് മറ്റേ കൺവേർട്ട് ചെയ്തിട്ട്, അതായത് നമ്മുടെ വോയിസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ആ വോയിസ് ചേഞ്ചർ ഉപയോഗിച്ചിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്തതെന്നൊക്കെ പറയുന്നത് ഇവൻ. അങ്ങനെയാണെങ്കിൽ അതൊരു കാര്യം ചെയ്യും. മഞ്ജു വാര്യന് നല്ലതായിട്ട് മലയാളം സംസാരിക്കാൻ അറിയാം. അങ്ങനെ ഒരാൾ ഇങ്ങനെ തപ്പിത്തപ്പി മലയാളം, അത് തമിഴന്മാർ മലയാളം സംസാരിച്ചത് ഇങ്ങനെ, അതേപോലെ തപ്പിത്തപ്പി മലയാളം സംസാരിക്കുന്നവരുണ്ട്. ഇവനാണ് മഞ്ജു വാര്യൻ്റെ പുറകിൽ നടക്കുന്നത്. അതായത് ഇവനാണെങ്കിൽ ഇതേപോലെ മഞ്ജു വാര്യർ ഞാൻ റിലേഷനാണ്, അതിൻ്റെ പുറകിൽ റിലേഷൻ ആയിക്കൊണ്ട് സമയത്ത് ഞങ്ങൾ സംസാരിച്ചതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. ഏകദേശം 45 മിനിറ്റുള്ള ഞങ്ങളുടെ ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. 2 ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, 25-45 മിനിറ്റിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഉണ്ട് കേട്ടോ. ഇവനാണ് പറഞ്ഞു നടക്കുന്നത്. ഇത് മഞ്ജു വാര്യരാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ മഞ്ജു വാര്യർ പോലും വിശ്വസിക്കത്തില്ല ഇത് മഞ്ജു വാര്യരാണെന്ന്. മഞ്ജു വാര്യരും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞത് 2022 മെയ്യിലാണ്. 2022 മെയ് മാസം 4-ാം തീയതി എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനിത് പറയുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഞങ്ങളെ കാണാൻ അനുവദിക്കാതിരിക്കാനാണ് ഈ അറസ്റ്റും കേസും എന്നൊക്കെ പറയുന്നത്. ആ സമയത്താണ്. അതിന് മുൻപ് ഒരിടത്തും ഞാനത് പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഞാനിത് ആവർത്തിക്കുന്നത് 2024 ഡിസംബറിലാണെന്ന് തോന്നുന്നു. കാരണം അത് ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ ശരിക്കും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ എൻ്റെ സ്റ്റോറി നടക്കുന്നത് 2019 ഞാൻ ഈ കയറ്റം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നതോടെയാണ്. പിന്നെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാവുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു സ്പിരിച്വൽ അട്രാക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അത് മുന്നോട്ടൊന്നും പോയിട്ടില്ല. അന്ന് ഞാൻ വിവാഹിതനാണ്. പിന്നെ ഈ പറയുന്ന പോലെ വിവാഹേതര ബന്ധം എന്നൊക്കെ പറയാവുന്ന ഒരു ക്ലോസിന്. യെസ്, ഇവൻ ഓൾറെഡി മാരീഡ് ആണ്. എന്നിട്ടാണ് ഈ തന്തയില്ലാത്തവരൊക്കെ കാണിക്കുന്നത്. കൊള്ളാം, എന്ത് പറയുന്നത്. എന്തായാലും ഇവനെ പണ്ട് അറസ്റ്റ് ചെയ്യുന്ന വിഷ്വൽസ്, അത് ഇവൻ പറയുന്നില്ല, ഇവനെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന കുറേ വിഷ്വൽസ് ഇല്ലേ, ആ വിഷ്വൽസും കൂടെ ഒന്ന് കാണിച്ചു തരാം. മൊബൈൽ വിളിച്ചാൽ ശ്രമിക്കാണ്. അയ്യോ എന്റെ മൊബൈൽ എന്റെ മൊബൈൽ ഞങ്ങൾ തന്നെ പോലീസിനെ വിളിച്ചോളാം, ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്നോവ കാറിന്റെ നമ്പർ. നിങ്ങളുടെ പേരെന്താ? പേരെന്താന്ന് പറയൂ. പേരെങ്ങനെ പറയുന്നത്? എന്തിനാ പേര് പറയുന്നത്? പോലീസ് വരാനല്ലേ നീ വെയിറ്റ് ചെയ്യണം. പോലീസ് വരട്ടെ. ഇതിന് സ്റ്റേറ്റിന് പങ്കുണ്ട്. അതായത് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് പങ്കുണ്ട്. അതുകൊണ്ടാണ്
എന്നെ യാതൊരു മുന്നറിയിപ്പില്ലാതെ എനിക്കെതിരെ കേസെടുത്തു എന്ന് പറയുന്നു. എന്നെ യാതൊരു മുന്നറിയിപ്പില്ലാതെ ഒരു കാർ, ഇന്നോവ കാർ KL07 എന്ന് തുടങ്ങുന്ന ഒരു ഇന്നോവ കാർ പിന്തുടർന്ന് വന്ന് ഈ പറയുന്ന ആളുകൾ ഇവരെല്ലാം ചേർന്നിട്ടാണ് എന്നെ പിടിച്ചുറക്കി കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. ഇവിടുത്തെ അഡ്രസ് എന്ന് പറഞ്ഞു. എന്നെ കൊല്ലാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിൽ ഒരു പ്രശ്നമില്ല. ഞാൻ എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. ഏത് കോടതിയുടെ മുമ്പ് വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. ഞാൻ ഒളിവിലല്ല നടക്കുന്നുണ്ട്. ഞാനൊരു 2 വർഷമായിട്ട് ഈ വധഭീഷണിയിലാണ്. ഞാൻ ഒളിച്ചു താമസിക്കുകയാണ് ശരിക്കും എന്റെ അനിയത്തിയുടെ വീട്ടില്, പിന്നെ തമിഴ്നാട്ടില്. കേരളത്തില് എനിക്ക് ജീവിക്കാൻ പേടിയുള്ളതുകൊണ്ട് ഞാൻ ഒളിച്ചു താമസിക്കുകയാണ്. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പിടിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് ഏൽപ്പിച്ചു. ഇതാണ് സംഭവം. വളരെ നല്ല കാര്യം. അതായത് വേണ്ടാത്ത പണിക്ക് നിന്നിട്ട്, അതായത് ഒരാളെ, അതായത് ഇവൻ തെളിവുണ്ടെന്ന് പറഞ്ഞ് ഇവൻ തെളിവ് സബ്മിറ്റ് ചെയ്യുന്നു. അതായത് മഞ്ജു വാര്യരുടെ പേരിൽ മഞ്ജു വാര്യനെ ഭയങ്കരമായിട്ട് ഡീഫെയിം ചെയ്യുന്ന രീതിയിലാണ് ഇവന് ഓരോ കാര്യങ്ങളും പറയുന്നത്. അത് മഞ്ജു വാര്യൻ്റെ ജീവന അപകടത്തിലാണ്, ഞാനും മഞ്ജു വാര്യൻ റിലേഷനിലാണ്. അപ്പോൾ അത് ഭയങ്കര പുള്ളിക്കാരുടെ ഇമേജിനെ തന്നെ ബാധിക്കുന്ന ടൈപ്പ് രീതിയിലാണ് പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങളും ചിത്രീകരിച്ച് വിടുന്നത്. എന്നിട്ടൊരു ഓഡിയോ ക്ലിപ്പും കൂടെ അങ്ങ് കേട്ടു. അത് ഏതോ വരെ മലയാളം അറിയാത്ത ഏതോ മഞ്ജു വാര്യർ, ചിലപ്പോൾ ആ പെണ്ണിൻ്റെ പേര് മഞ്ജു വാര്യനായിരിക്കും. അത് ഈ സിനിമ നടിയല്ല, വേറെ ഏതെങ്കിലും മഞ്ജു വാര്യനായിരിക്കും. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ്, ഇതേപോലത്തെ അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.